ഗാസയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരും ഗാസയ്ക്ക് വേണ്ടി ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരും ഗാസയുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ വെടിയുതിർക്കുന്നു, ഇസ്രായേൽ ഗാസയെ തകർക്കാൻ ശ്രമിക്കുന്നു, ഇസ്രായേൽ ഗാസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പട്ടിണിക്കിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഗാസയിൽ ഹമാസ് കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരത്തിനും തെമ്മാടിത്തരത്തിനും ഒരു അറുതി എന്നുണ്ടാകുമോ? അതാണ് ഇപ്പോൾ ലോകം തന്നെ ചോദിക്കുന്നത്. അതായത് സ്ത്രീകളെ കാണുന്നത് വെറും ഉപയോഗ വസ്തുവായിട്ട് മാത്രമാണ് അവിടുത്തെ പല ആളുകളും കാണുന്നത്. അതായത് അവസരം മുതലെടുക്കുക. ഹമാസ് ഈ ഗസയെ മറയാക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഗസയിലെ ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലും കൊടും ദാരിദ്ര്യത്തിലും ഒക്കെ പോവുകയാണ്. അവർക്ക് ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ അവർ മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഗസയിലെ കാര്യങ്ങൾ ഹമാസ് പൂർണ്ണമായും അവിടെ നിന്നൊഴിഞ്ഞാൽ ഗസയെ ഒരു പുതിയ രാജ്യമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു പുതിയ ഗസയാക്കി മാറ്റാൻ ഇസ്രായേൽ തയ്യാറാകും. ഹമാസ് പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിയണം. പക്ഷേ ഹമാസ് ഒഴിയില്ല. ഹമാസ് അവിടുത്തെ ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് അപ്പാർട്ട്മെന്റുകളൊക്കെ കയറി ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുകയാണ്. തീർച്ചയായും ഇസ്രായേലും നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നടത്തുന്ന രാജ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നടത്തുമ്പോൾ അവർക്ക് തിരിച്ച് അടിച്ചേ മതിയാകൂ. അപ്പോൾ അവർ തിരിച്ചടിക്കും. അത് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് മേലായിരിക്കും ഒരുപക്ഷെ വീഴുന്നത്. അത് ഗസയിലെ സാധാരണ ജനങ്ങളെ തീർക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഇസ്രായേൽ ഇത് ചെയ്യുന്നത്. പക്ഷെ അവരുടെ അവസ്ഥ അതാണ്. അത് ചെയ്തേ പറ്റൂ. അവരുടെ കൂടെ നിലനിൽപ്പിന് വേണ്ടി. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഈ ഹമാസോളികൾ എന്ന് പറയുന്നവന്മാരെ ഇതിൻ്റെ അകത്തുനിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഗസ രക്ഷപ്പെടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന അതായത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, AP-യുടെ റിപ്പോർട്ട്, അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതായത് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അവരുടെ വിശപ്പടക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. ആരോട് ചോദിക്കണം, എങ്ങോട്ട് പോകണം, ഒന്നും അറിയില്ല. ആരെങ്കിലും ഒരു ജോലി തന്നിരുന്നെങ്കിൽ എന്നാണ് അവർ വെറുതെ മോഹിക്കുന്നത്. അവരുടെ ശരീരത്തെ കൊതിച്ച് എത്തുന്ന കഴുകന്മാർ അവിടെ വട്ടമിട്ട് പറക്കുന്നുമുണ്ട്. അതായത് ജോലി വേണോ, സെക്സ് തരണം, നിങ്ങൾക്ക് ജോലി തരാം, പകരം നിങ്ങൾ സെക്സ് തരണം, ഞങ്ങൾ പറയുന്നിടത്തൊക്കെ വരണം, ഞങ്ങൾ വിളിക്കുന്ന സ്ഥലത്തൊക്കെ വരണം, ഞങ്ങൾ പറയുന്ന ആളുകളോടൊപ്പം സെക്സ് ചെയ്യണം. അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ ഒരു കരാറിൽ നിങ്ങൾ ഒപ്പിടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഹമാസ് എന്താണ് ഈ ലോകത്തിന് വേണ്ടി, ഹമാസിന് വേണ്ടി മുറവിളി കൂട്ടുന്ന കുറേ എണ്ണം ഇന്ത്യയിലുമുണ്ട്. അവറ്റകളോടാണ് ചോദിക്കുന്നത്, ഇത്തരം ഈ ഹമാസോളികളുടെ ഈ വൃത്തികെട്ട ഈ നീക്കം, ഈ ഗസയിൽ നിന്ന് അവന്മാർ ഒരു കാലത്തും ഒഴിഞ്ഞു പോകാത്തിടത്തോളം കാലം ഗസയ്ക്ക് ഒരു സമാധാനം ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. ആഴ്ചകളോളം തൻ്റെ 6 കുട്ടികളെ എങ്ങനെ പോറ്റുമെന്നറിയാതെ വലിയ വിഷമത്തിലായിരുന്ന 38-കാരി സഹായ മനസ്ഥിതിയുള്ള ഒരാളെക്കുറിച്ച് അഭയ കേന്ദ്രത്തിൽ വെച്ചറിഞ്ഞു. അയാൾ ഭക്ഷണം തന്ന് സഹായിക്കും, ചിലപ്പോൾ ജോലിയും തരുമെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ഭർത്താവുമായി വേർപിരിഞ്ഞ യുവതി കുടുംബ ബിസിനസ് പൂട്ടിയതോടെ ആകെ പാപ്പരായ അവസ്ഥയിലാണ്. ഗതിമുട്ടിയതോടെ അയാളെ സമീപിക്കാൻ ആ യുവതി തീരുമാനിക്കുന്നു. ഗസയിൽ യുദ്ധം തുടങ്ങി 1 മാസമേ ആയുള്ളൂ. ഒരു എയ്ഡ് ഏജൻസിയിൽ 6 മാസത്തെ കരാറിൽ ജോലി വാങ്ങി തരാമെന്ന് അയാൾ പറഞ്ഞു. ജോലിക്കായി കരാറിൽ ഒപ്പിടണമെന്ന് അവൾ കരുതിയ ദിവസം അയാൾ വാഹനത്തിൽ കയറ്റി ശൂന്യമായ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അവളുടെ ശരീരത്തെ പൊഴ്ത്തി അയാൾ ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടു. അവളെ താൻ സ്നേഹിക്കുന്നെങ്കിലും നിർബന്ധിക്കില്ല എന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. എന്നാൽ അപ്പാർട്ട്മെന്റ് വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു തരം തടവിലാക്കൽ. പിന്നീട് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു ആ സ്ത്രീക്ക്. ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു. എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണമായിരുന്നു. വിട്ടയ്ക്ക് മുമ്പ് കുറച്ച് പണം അയാൾ കൊടുത്തു. 2 ആഴ്ചയ്ക്ക് ശേഷം 1 പെട്ടി മരുന്നും 1 പെട്ടി ഭക്ഷണവും നൽകി. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ജോലി കിട്ടിയില്ല. അതായത് ശരീരം ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ആ യുവതിയെ വലിച്ചെറിയുന്ന ഒരു കാഴ്ച. വെള്ളത്തിനും ഭക്ഷണത്തിനും പകരം സെക്സ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഗാസയിലെ സ്ത്രീകളുടെ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ധാരാളം സ്ത്രീകളെ നാട്ടുകാരായ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന വാർത്തയാണ് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്ക പുരുഷന്മാരും എയ്ഡ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവരാണ്. വെള്ളം, ഭക്ഷണം, ജോലി എന്നൊക്കെ മോഹിപ്പിച്ച് യുവതികളുമായി ലൈംഗിക ബന്ധമാണ് അവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ 6 സ്ത്രീകൾ
പേരുകൾ രഹസ്യമാക്കി വയ്ക്കണമെന്ന ഉപാധിയോടെ വാർത്താ ഏജൻസിയോട് തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചു. ചില പുരുഷന്മാർ മറവിൽ പറയുന്ന കാര്യങ്ങൾ മറ്റു ചിലർ തുറന്നടിക്കും. ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ എന്നാണ് ഒരാൾ ചോദിച്ചത്. അതല്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്നോ നമുക്കൊന്നിച്ച് എവിടെയെങ്കിലും പോകാമെന്നോ പറയും. സംഘർഷം രൂക്ഷമാകുമ്പോഴും യുദ്ധത്തിന്റെ ഭാഗമായി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമ്പോഴും ഒക്കെയാണ് ഇതുപോലുള്ള പലരെയും സ്ത്രീകൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഗസയിൽ മാത്രമല്ല, തെക്കൻ സുഡാൻ, ബൂർക്കിനോ ഫാസോ, കോങ്കോ, ചാഡ്, ഹെയ്ത്തി എന്നീ രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീ പീഡനത്തിന്റെയും ചൂഷണത്തിന്റെയും നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഗസയിലെ ഇന്നത്തെ സ്ഥിതിഗതികൾ വിവരണാതീതമാണ്, വിശേഷിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും. ഗസയിൽ സ്ത്രീകൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന 4 സൈക്കോളജിസ്റ്റുകൾ അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അതിലൊരാൾ പറഞ്ഞത് ഇത്തരത്തിൽ: ചൂഷണത്തിന്റെ നിരവധി അനുഭവ കഥകൾ തങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ ഗർഭിണികളാണ്. വിവാഹേതര ബന്ധം വലിയ കുറ്റമായി കാണുന്ന സമൂഹത്തിൽ ഒരു സ്ത്രീ പോലും വാർത്താ ഏജൻസിയോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച 5 സ്ത്രീകൾ തങ്ങൾ അന്യപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് അവരെ സമീപിച്ച ചില സ്ത്രീകൾ പുരുഷന്മാരുടെ താല്പര്യത്തിന് വഴങ്ങുകയും മറ്റു ചിലരാകട്ടെ നിരസിക്കുകയും ചെയ്തു. സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പ്രാദേശിക പലസ്തീൻ ഗ്രൂപ്പുകളടക്കം 6 മനുഷ്യാവകാശ സംഘടനകൾക്കും ദുരിതാശ്വാസ സംഘടനകൾക്കും ധാരണയുണ്ട്. 2 വർഷമായിട്ടും അവസാനിക്കാത്ത യുദ്ധവും പട്ടിണിയും നിരാശയുമെല്ലാം അസാധ്യമെന്ന് ഇന്നലെ വരെ കരുതിയ തീരുമാനങ്ങളിലേക്ക് സ്ത്രീകളെ തള്ളിവിടുകയാണ്. ഇസ്രായേലിന്റെ തുടരാക്രമണങ്ങളും ഉപരോധവും എല്ലാം കാരണം ഇത്തരം ചൂഷണ കേസുകൾ രേഖപ്പെടുത്തുന്നത് പോലും ശ്രമകരമാണ്. 66,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളും എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ദുരിതാശ്വാസ സഹായം എത്തിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ദുരിതാശ്വാസ സാമഗ്രികൾ ഹമാസ് കൊള്ളയടിക്കുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇതിന് തെളിവ് നൽകാൻ തയ്യാറാകുന്നുമില്ല. തങ്ങൾ അനുവദിച്ചില്ലെങ്കിലും UN ഏജൻസികൾ ഭക്ഷണ സാമഗ്രികളുടെ വിതരണത്തിൽ പരാജയപ്പെട്ടുവെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തി. എന്നാൽ ഭക്ഷണ സാമഗ്രികൾ വകമാറ്റുന്നുവെന്ന ആരോപണം UN നിഷേധിക്കുകയും ചെയ്യുന്നു. സംഘർഷഭരിതമായ ഗസയിൽ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കണക്കുകളുടെ കൃത്യമായ ഡാറ്റ സ്വരൂപിക്കാൻ പ്രയാസമാണ്. ഭക്ഷണം കഴിക്കാൻ പോലും നിർവാഹമില്ലാത്ത സ്ത്രീകളാണ് ചൂഷണം ചെയ്യപ്പെടുന്നവരിൽ പലരും. ഭർത്താക്കന്മാരോ വീട്ടിൽ പുരുഷന്മാരോ മരിച്ച കുടുംബത്തിലുള്ള സ്ത്രീകളെയാണ് ഇത്തരത്തിലുള്ളവർ കൂടുതലും ലക്ഷ്യമിടുന്നത്. സഹായത്തിനായി കൈനീട്ടുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർ സഹായിക്കാവുന്ന രീതിയിലെത്തുകയും സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ എടുത്ത ശേഷം വിളിച്ച് ശല്യം ചെയ്ത് ചൂഷണം ചെയ്യുകയുമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എല്ലാ പുരുഷന്മാരും പലസ്തീൻകാരാണ്. ജോലി വാഗ്ദാനം ചെയ്ത് തന്നെ കൊണ്ടുപോയ ആൾ ഓടിച്ചിരുന്നത് UN മുദ്രയുള്ള കാർ ആയിരുന്നുവെന്ന് 6 മക്കളുള്ള അമ്മ പറഞ്ഞു. രാത്രിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അർദ്ധരാത്രിയിൽ സെക്സ് ചാറ്റിനായി വിളികൾ, ഫോട്ടോ ചോദിക്കൽ എന്നിങ്ങനെ പലപ്പോഴും താൻ തിരക്കിലാണ്, ഫോൺ പൊട്ടിപ്പോയി സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞാലും വിശ്വസിക്കാത്തത് കൊണ്ട് ആരോടും പറഞ്ഞില്ല. കടപ്പുറത്തോ മറ്റോ ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞാണ് അഭയകേന്ദ്രത്തിന്റെ തലവൻ തന്നെ 2 തവണ സമീപിച്ചതെന്ന് 37-കാരിയായ 4 മക്കളുടെ അമ്മ പറയുന്നു. ലൈംഗിക ബന്ധമാണ് അയാളുടെ ഉദ്ദേശമെന്ന് മനസ്സിലായതോടെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. മറ്റൊരു 29-കാരിയെ നിരന്തരം ശല്യപ്പെടുത്തിയത് ദുരിതാശ്വാസ പ്രവർത്തകനാണ്. 4 കുട്ടികൾക്ക് പോഷകാഹാരം തരുന്നതിന് പകരമായി തന്നെ വിവാഹം ചെയ്യണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. അയാളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തെങ്കിലും പല ഫോണിൽ നിന്നായി പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. അവളെ ഇഷ്ടമാണെന്ന് ആവർത്തിച്ച ശേഷം പുറത്തു പറയാൻ കഴിയാത്ത അശ്ലീലം പറഞ്ഞു. പ്രതിസന്ധി രൂക്ഷമാവുകയും പലായനങ്ങൾ ആവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കേസുകൾ വർദ്ധിക്കുകയാണെന്ന് മനഃശാസ്ത്രജ്ഞരും വനിതാ ഗ്രൂപ്പുകാരും പറയുന്നു. ഇതിൽ ചില സ്ത്രീകളുടെ വിവരമറിഞ്ഞ ഭർത്താക്കന്മാർ അവരെ ചവിട്ടി പുറത്താക്കിയത് അതിനേക്കാൾ സങ്കടകരമാണ്.